കഴക്കൂട്ടത്തേക്ക് നമ്മൾ എത്തിച്ചേരുന്നതേ ഉള്ളൂ. നമ്മൾ ഇപ്പോ കാര്യവട്ടം ജംഗ്ഷൻ കഴിഞ്ഞ് കാര്യവട്ടം ക്യാമ്പസിന് മുന്നിലേക്ക് നമ്മൾ ഇപ്പോൾ എത്തിച്ചേർന്നു. ഇപ്പോ നമ്മുടെ വാഹനം മുമ്പിൽ വരികയായിരുന്നു. ഈ VS-ന്റെ വാഹനത്തിന് തൊട്ട് മുന്നിലായിട്ട് നമ്മുടെ വാഹനം വരുന്നുണ്ടായിരുന്നു. അപ്പോ കാര്യവട്ടം ക്യാമ്പസിന് മുന്നിൽ നമ്മൾ ശ്രീകാര്യത്തൊക്കെ എന്താണോ കണ്ടത് അതേപോലെ തന്നെ വലിയ ജനക്കൂട്ടം VS-നെ കാണാൻ വേണ്ടി കാര്യവട്ടം ക്യാമ്പസിന് മുന്നിലുണ്ട്. അതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ എന്തായാലും തൊട്ട് പിന്നാലെ പുറത്ത് വരും. നമുക്ക് ആ ദൃശ്യങ്ങൾ നമ്മുടെ ക്യാമറയിൽ നിന്ന് എന്തായാലും സ്വാഭാവികമായിട്ടും കിട്ടും. അത് വിദ്യാർത്ഥികളാണ്, കാര്യവട്ടം ക്യാമ്പസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. അത് കവർ ചെയ്തെടുക്കണമെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരു 15 മിനിറ്റ് എന്തായാലും സമയം അതിനകത്ത് എടുക്കും. അത് കഴിഞ്ഞിട്ട് വേണം കഴക്കൂട്ടത്തേക്ക് എത്തിച്ചേരാൻ. ഇതുവരെയുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് റോഡിന്റെ പണി നടക്കാത്ത ഒരു സ്ഥലത്തുകൂടി കൂടിയാണ്. തിരുവനന്തപുരത്ത് PMG, പട്ടം, കേശവാസുപുരം, ഉള്ളൂര്, ശ്രീകാര്യം, കാര്യവട്ടം എന്ന് പറയുന്നത് റോഡിന്റെ പണി എന്തെങ്കിലും നടക്കാത്ത സ്ഥലത്താണ്. പക്ഷേ കഴക്കൂട്ടം കഴിഞ്ഞ് വലത്തോട്ട് കയറി കഴിഞ്ഞാൽ നാഷണൽ ഹൈവേയുടെ പണി നടക്കുകയാണ്. സ്വാഭാവികമായിട്ട് ഒരു സൈഡിൽ കൂടി വാഹനം ഇപ്പോ നമുക്ക് 2 സൈഡിൽ നിന്ന് ആൾക്കാർ കാണുന്നുണ്ട്. ഇനിയിപ്പോ ഹൈവേയിലേക്ക് കയറുമ്പോൾ അത് ഒരു സൈഡായിട്ട് മാറും. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അതുകൊണ്ട് ഇപ്പോ ഉള്ള പ്രധാനപ്പെട്ട പ്രശ്നം അത് എത്ര മണിക്ക് എത്തിച്ചേരും എന്ന് നേരത്തെ പാർട്ടി തീരുമാനിച്ചത് 9 മണിയോ 9 മണിക്ക് എന്തായാലും തിരുവനന്തപുരം ജില്ല നടക്കുന്നത്. കോർപ്പറേഷൻ തന്നെ കടക്കുമോ എന്നുള്ള സംശയം നിലനിൽക്കുന്നുണ്ട്. കോർപ്പറേഷൻ പരിധി എന്ന് പറയുന്നത് കഴക്കൂട്ടമാണ്. അവിടെ അത് കടന്ന് എന്തായാലും പോകാനുള്ള സാധ്യത കുറവാണ്. ഇപ്പോൾ തന്നെ 7:45 കഴിയും എന്തായാലും കോർപ്പറേഷൻ പരിധി പോലും കടക്കണമെങ്കിൽ. ഈ ജില്ല കടക്കണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരു 12 മണിയാവും ഈ പോക്കിന് പോവുകയാണെന്നുണ്ടെങ്കിൽ. അങ്ങനെയെങ്കിൽ കൊല്ലം ജില്ല കടന്നത് ആലപ്പുഴയിൽ VS അച്യുതാനന്ദന്റെ വേലിക്കകത്ത് വീട്ടിലേക്ക് എത്തിച്ചേരണമെങ്കിൽ പുലർച്ചെയാകാനാണ് സാധ്യത. കാരണം അത്രയും ജനം കാത്തിരിക്കുന്നുണ്ട്. ഇപ്പൊ രാത്രി വൈകി ജനം കാത്തിരിക്കുമോ എന്നുള്ള ചോദ്യമൊക്കെ സ്വാഭാവികമായിട്ട് ഉയർന്നു വരും. പക്ഷേ കേരളത്തിലെ ജനത അങ്ങനെ കാത്തിരുന്ന ചരിത്രമുണ്ട്. ഉമ്മൻചാണ്ടിയുടെ വിലാപയാത്രയ്ക്കൊപ്പം പോയപ്പോൾ കണ്ട കാഴ്ച പുലർച്ചെ 2 മണിക്ക് അടൂർ ജംഗ്ഷനിൽ ഏതാണ്ട് 1000-കണക്കിന് ആൾക്കാർ ഇങ്ങനെ കാത്തിരിക്കാറ് ഒന്ന് ഈ ഉമ്മൻചാണ്ടിയെ കാണാൻ വേണ്ടി. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു കാഴ്ച, അങ്ങനെയുള്ള കാഴ്ചകൾ VS-ന്റെ കാര്യത്തിലുണ്ടാകും. VS അങ്ങനെ ഹൃദയത്തോട് ചേർത്തെടുത്ത മനുഷ്യന്മാരാണ് ഉള്ളത്. ആ കാഴ്ചക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അത് VS ആകുമ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ചുകൂടെ വൈകാരികത കൂടും. അതായത് ചെറുപ്പക്കാർക്കാണെന്ന് തോന്നുന്നു ഒരു പക്ഷെ കൂടുതൽ വൈകാരികത ഉണ്ടാവും. ചെറുപ്പക്കാർ മീൻസ് ഇപ്പോഴത്തെ ഒരു 10-38 വയസ്സൊക്കെ ഉള്ള ആൾക്കാർ സ്വാഭാവികമായിട്ട് അവർക്കൊരു VS അച്യുതാനന്ദൻ എന്ന് പറയുമ്പോൾ VS-ന്റെ ഒരു പീക്ക് ടൈം ഉണ്ട്. VS അച്യുതാനന്ദൻ എന്ന രാഷ്ട്രീയ നേതാവ് ഒരു ജനകീയ പ്രതിച്ഛായ ഉണ്ടാക്കിയെടുത്ത് ഭരണപക്ഷത്തിന്റെ പ്രതിപക്ഷമായി മാറിയ ഒരു ജനകീയ പ്രതിച്ഛായ ഉണ്ട്. അവർക്ക് VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന ഒരു തരം വല്ലാത്ത വികാരമാണ്. ഇന്നലെ സെക്രട്ടേറിയറ്റിൽ നിൽക്കുന്ന സമയത്ത്, ഇന്ന് സെക്രട്ടേറിയറ്റിൽ ഇന്നലെ AK സെന്ററിൽ നിൽക്കുന്ന സമയത്ത് VS അച്യുതാനന്ദന് വേണ്ടി നെഞ്ചുപൊട്ടി മുദ്രാവാക്യം വിളിച്ച കുറെ മനുഷ്യന്മാരെ AK സെന്ററിന് മുന്നിൽ കാണാൻ കഴിഞ്ഞു. അപ്പോ ഞാൻ ഇന്നലെ പറയുന്നുണ്ടായിരുന്നു, അത് ഇതിനോട് ഒന്നുകൂടി ആവർത്തിക്കാം. അന്ന് 2006 VS അച്യുതാനന്ദന് സീറ്റ് കിട്ടാതെ പ്രകടനം നടക്കുന്ന സമയത്ത് ശരി സൈഫ് ഒരു നിമിഷം